ചിപ്പിൽത്തോട് യൂണിറ്റിന്റെ 2023-2024 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹീതമായ താമരശ്ശേരി ചുരത്തിനു താഴെ കാനന ശോഭയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് ചിപ്പിലിത്തോട്. പൂർവികർ കല്ലിനോടും മണ്ണിനോടും വന്യമൃഗങ്ങളോടും മല്ലിട്ട് കഴിയുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് ചിപ്പിലിത്തോട്. പൂർവികർ കല്ലിനോടും മണ്ണിനോടും വന്യമൃഗങ്ങളോടും മല്ലിട്ട് കടന്നു പോകുമ്പോൾ ബത്തേരി രൂപതയുടെ പ്രഥമ മെത്രാപ്പോലിത്തയായ മോറാൻമാർ സിറിൽമാർ ബസേലിയോസ് പിതാവിന് ദർശനമുണ്ടായി. സുവിശേഷത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ജനതയെ പടുത്തുയർത്തണമെന്ന്. അങ്ങനെ സാമൂഹ്യക്ഷേമ പ്രസ്ഥാനമായ ശ്രേയസ്സിന് രൂപം നൽകി. പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ വിവിധ മേഖലകളിൽ പല യൂണിറ്റുകളിലായി പ്രവർത്തനം ആരംഭിച്ചു. അതിന്റെ ഭാഗമായി ചിപ്പിൽത്തോട് മലങ്കര കത്തോലിക്ക പള്ളി വന്നു. ഫാദർ ജോൺ ജേക്കബ് പേരൂപ്പറമ്പിൽ അച്ഛന്റെ നേതൃത്വത്തിൽ ചിപ്പിലിത്തോട്ടിൽ പ്രവർത്തനം ആരംഭിച്ചു. നാളിതുവരെ ശ്രേഷ്ഠ വൈദികരുടെയും മേഖലാ പ്രവർത്തകരുടെയും നിറസാന്നിധ്യം കൊണ്ട് മാത്രമാണ് യൂണിറ്റിന് മുന്നേറുവാൻ കഴിഞ്ഞത്. കാർഷിക മേഖലയെ ശാക്തീകരിക്കുന്നതിനും അതിലൂടെ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും കർഷക ഗ്രൂപ്പിന് സാധിച്ചിട്ടുണ്ട്. തകരുന്ന കാർഷിക മേഖലയ്ക്ക് കൈത്താങ്ങായി ചെറുകിട സംരംഭക പരിശീലനങ്ങൾ പരിപോഷിപ്പിക്കുന്നു. കർഷക സെമിനാർ, കർഷകരെ ആദരിക്കൽ, കാർഷിക വായ്പകൾ എന്നിവ നൽകി വരുന്നു. കാർഷിക ദിനത്തിൽ പ്രണവം സംഘത്തിലെ വത്സംബ സെബാസ്റ്റ്യനെ ഷാൾ അണിയിക്കുകയും കാർഷിക ഉപകരണം കൊടുത്ത് ആദരിക്കുകയും ചെയ്തു. കാട്ടുമൃഗശല്യത്തിനെതിരെ 250ഓളം അംഗങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ചിപ്പിലിത്തോട് ശ്രേയസ് യൂണിറ്റ് കണലാട് ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ ജ്വാല നടത്തി. ഫാദർ തോമസ് മണ്ണിത്തോട്ടം, പ്രോഗ്രാം ഓഫീസർ ശ്രീമതി ലിസി റജി, യൂണിറ്റ് പ്രസിഡന്റ് രാജു അമ്പാട്ട് എന്നിവർ നേതൃത്വം നൽകി. വിവിധ യൂണിറ്റിലെ സിഒസും കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു. പ്രതിഷേധ ജാല കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അലക്സ് ചെമ്പകശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മനുഷ്യജീവന് മൃഗത്തേക്കാൾ വിലയുണ്ടെന്ന് സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജോണി ആന്റണി ഐനിക്കൽ അഭിപ്രായപ്പെട്ടു. വാർഡ് മെമ്പർ റോസിലി മാത്യു ആശംസകൾ അർപ്പിച്ചു. കിഫ ജില്ലാ കോർഡിനേറ്റർ ഷെല്ലി ജോസ് കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ദിവ്യ സംഘത്തിലെ ജിജോ പുളിക്കൽ, കരുണാ സംഘത്തിലെ ജെയ്സൺ പുള്ളാശ്ശേരി എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. സംഘ രൂപീകരണം 14 സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ടാണ് ചിപ്പിലിത്തോട് യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇപ്പോൾ 11 പുരുഷ സംഘവും 25 സ്ത്രീ സംഘവും 11 ബാലജ്യോതിയും 2 വയോജന ഗ്രൂപ്പുകളും അങ്ങനെ 49 സംഘങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. ചിപ്പിലിത്തോട്, കൂന്തളന്തേര്, മരുതിലാവ്, കരിമ്പ്, നൂറാന്തോട്, ഈങ്ങാപ്പുഴ, കണലാട്, എലിക്കാട്, മട്ടിക്കുന്ന്, കാക്കവയൽ, തെയ്യപ്പാറ, അടിവാരം എന്നീ പ്രദേശങ്ങളിൽ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. 2023-24 കാലയളവിൽ സംഗമം, കരുണ, ജ്യോതിസ്, ദീപം, സ്വരം, ഐശ്വര്യ, തണൽ, കാരുണ്യ, പുലരി എന്നീ പേരുകളിൽ മുതിർന്ന സംഘങ്ങളും മഞ്ചാടിക്കുട്ടം എന്ന പേരിൽ ബാലജ്യോതിയും അങ്ങനെ 10 സംഘങ്ങൾ രൂപീകരിക്കാൻ സാധിച്ചു. കുടുംബനിധി അംഗങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി ബോധവൽക്കരണം നടത്തി ലഭ്യമായ വരുമാനത്തിൽ ജീവിതം ക്രമീകരിക്കുക, ചിലവ് ചുരുക്കി സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുക, അവരവരുടെ സമ്പാദ്യം എത്രയായാലും അത് സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ആവശ്യം വരുമ്പോൾ തിരികെ നൽകുക, അതിലൂടെ ഓരോരുത്തർക്കും സാധിക്കുന്ന സംരംഭങ്ങൾ തുടങ്ങുക, വരുമാനം വർദ്ധിപ്പിക്കുക, അങ്ങനെ ഓരോരുത്തരെയും സ്വയം പര്യാപ്തത്തിലെത്തിക്കുക, മറ്റ് ധനപടപാടുകാരുടെ കൈകളിൽ നിന്ന് ജനത്തെ രക്ഷിക്കുക, ലഭ്യമാകുന്ന രീതിയിൽ വായ്പകൾ നൽകി നല്ല രീതിയിൽ വ്യക്തികളെ വളർത്തുക. ഇതാണ് കുടുംബനിധിയോട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഗ്രാമം ആരോഗ്യ ഗ്രാമം. എൻ്റെ ഗ്രാമം ആരോഗ്യ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി വർഷത്തിൽ 4 പ്രാവശ്യം മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ച് പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. പ്രോഗ്രാം ഓഫീസർ ലിസി റജിയുടെ നേതൃത്വത്തിൽ കൂന്തളന്തേർ ഭാഗത്ത് കുഞ്ഞാറ്റ ബാലജ്യോതി കുട്ടികൾക്ക് വേണ്ടി ലഹരിവിരുദ്ധ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഹന്ന ഫാത്തിമ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് ലിസി റജി മദ്യം, മയക്കുമരുന്ന്, ഫോണിൻ്റെ ദുരുപയോഗം എന്നിവയെക്കുറിച്ച് ക്ലാസ് എടുത്തു. 37 കുട്ടികൾ പങ്കെടുത്തു. തെയ്യപ്പാറ സ്വരം സംഘത്തിൻ്റെ കീഴിൽ സാംസ്കാരിക നിലയത്തിൽ വെച്ച് KMCT ഹോസ്പിറ്റലിൻ്റെ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും പരിശോധന ക്യാമ്പും നടത്തി. 117 അംഗങ്ങൾ പങ്കെടുത്തു. യൂണിറ്റിൽ പച്ചക്കറി തൈ വിതരണവും വിഷത്തൈ വിതരണവും നടത്തി. കൂന്തളന്തേര് ഭാഗത്ത് റോഡിൻ്റെ ഇരുവശവും കാട് വെട്ടി കൂടാതെ കാനകൾ ക്ലീൻ ചെയ്തു. സീനിയർ സിറ്റിസൺ പ്രായമായവർ സമൂഹത്തിനും കുടുംബത്തിനും ബാധ്യതയാണെന്ന് ചിന്തിക്കുന്ന യുവതലമുറയിൽ ഒറ്റപ്പെട്ടു എന്ന തോന്നലിൽ നിന്നും വയോധികരെ തിരിച്ചുകൊണ്ടുവന്ന് മാനസിക ഉന്മേഷം നൽകുന്ന ഗ്രൂപ്പാണ് സീനിയർ സിറ്റിസൺ ഗ്രൂപ്പ്. വർഷത്തിൽ 3 പ്രാവശ്യം മീറ്റിംഗ് കൂടുകയും ആദരിക്കുകയും സ്നേഹപരം നൽകുകയും ചെയ്തു. കൂടാതെ ആടിനെ നറുക്കിട്ട് കൊടുത്ത് ഓണം, ക്രിസ്മസ് എന്നീ ദിനാഘോഷങ്ങളിൽ വീടുകൾ കയറി ഭക്ഷ്യക്കിറ്റ്, ഓണക്കോടി എന്നിവ നൽകുന്നു.
വീടുകൾ കയറി പ്രായമായവർക്ക് ഉപഹാരങ്ങൾ നൽകുന്നു. ഇപ്പോൾ യൂണിറ്റിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന മേഖലാ ഡയറക്ടർ ഫാദർ തോമസ് മന്നിത്തോട്ടം, യൂണിറ്റിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഫാദർ ജിമ്മി ചെറുപറമ്പിൽ, പ്രോഗ്രാം ഓഫീസർ ശ്രീമതി ലിസി റെജി, യൂണിറ്റ് പ്രസിഡന്റ് രാജു അമ്പാട്ട്, സെക്രട്ടറി ഷൈനി തോമസ്, കമ്മിറ്റി അംഗങ്ങളായ ജോർജ് വി എം, ജെയ്സൺ പി എ, പൗളി തമ്പി, സൈനവ കബീർ, അച്ചാമ്മ ജോർജ്, പ്രമീജ സുഭാഷ് എന്നിവരുടെ പരിശ്രമവും പ്രോത്സാഹനവും കൊണ്ട് നല്ല രീതിയിൽ യൂണിറ്റ് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഓണാഘോഷം ഓർമ്മകളും 1000 പൂക്കളുമായി പൊന്നോണം വരവായി. സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും പങ്കുവെക്കലിൻ്റെയും സമാധാനത്തിൻ്റെയും ഓർമ്മകളുമായി ചിപ്പിളിത്തോട് യൂണിറ്റ് ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണപ്പാട്ടും ഓണക്കളികളുമായി ആരംഭിച്ച ഓണാഘോഷം ഓണസദ്യയോടെ അവസാനിച്ചു. ഓണാഘോഷത്തിൻ്റെ ഭാഗമായി നിർധരരായ 27 കുടുംബങ്ങൾക്ക് പ്രോഗ്രാം ഓഫീസർ ശ്രീമതി ലിസി റെജിയുടെയും യൂണിറ്റ് പ്രസിഡന്റ് രാജു അമ്പാട്ടിൻ്റെയും വാർഡ് മെമ്പർ ശ്രീമതി റോസിലി മാത്യുവിൻ്റെയും നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം നടത്തി. PRA ട്രെയിനിങ്. ചിപ്പിളിത്തോട് യൂണിറ്റിൻ്റെ കീഴിൽ കഴിഞ്ഞ 2 വർഷക്കാലമായി 5 PRA ട്രെയിനിങ് നടത്താൻ സാധിച്ചു. ശ്രീമാൻ ഷൈജു സാറിൻ്റെയും പ്രോഗ്രാം ഓഫീസർ ശ്രീമതി ലിസി റെജിയുടെയും നേതൃത്വത്തിലായിരുന്നു. കൂടാതെ യൂണിറ്റ് പ്രസിഡന്റ്, കമ്മിറ്റി അംഗങ്ങൾ, പ്ലേസ്മെൻറ്റ് സ്റ്റുഡൻസ്, അമ്മമാർ, കുട്ടികൾ എന്നിവർ പങ്കെടുത്തു. യൂണിറ്റ് കമ്മിറ്റി. ചിപ്പിളിത്തോട് യൂണിറ്റിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ്. കമ്മിറ്റിയിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നു. കഴിഞ്ഞ വർഷം 14 കമ്മിറ്റികൾ നടത്തി. ഓരോ മാസവും 8, 9 എന്ന രീതിയിൽ അംഗങ്ങൾ പങ്കെടുക്കുന്നു. യൂണിറ്റിലെ വിവിധ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് യൂണിറ്റ് ഇവാലുവേഷനിലൂടെയാണ്. സംഘത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും ഇവാലുവേഷനിൽ അവതരിപ്പിക്കുന്നു. ഓരോ മാസവും നടത്താനിരിക്കുന്ന പരിപാടികൾ ചർച്ച ചെയ്തു വരുന്നു. കഴിഞ്ഞ വർഷം 12 വിലയിരുത്തൽ മീറ്റിങ്ങുകൾ നടത്തി. ഓരോ മാസവും 35 അതിൽ കൂടുതൽ അംഗങ്ങളും പങ്കെടുക്കുന്നു. മേഖലാ ഇവാലുവേഷൻ. മേഖലാ ഡയറക്ടർ ഫാദർ തോമസ് മന്നിത്തോട്ടത്തിൻ്റെയും മേഖലാ കോർഡിനേറ്റർ ശ്രീമതി ലിസി റെജിയുടെയും നേതൃത്വത്തിൽ 12 ഇവാലുവേഷനിൽ CEOസും കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു. പ്രധാന സംരംഭങ്ങൾ: കോഴി ഫാം, ഡയറി ഫാം, തയ്യൽ കട, ബസ്, ഓട്ടോറിക്ഷ, പെട്ടിക്കട എന്നിവയാണ് പ്രധാന സംരംഭങ്ങൾ. ആശാകിരണം. ക്യാൻസർ എന്ന മാരാരോഗത്തിന് അടിമപ്പെട്ട് രോഗികളെ സഹായിക്കുന്നതിന് ആശാകിരണം എന്ന പദ്ധതി ആവിഷ്കരിച്ചു. രോഗികളുടെ ഭവനം സന്ദർശിച്ച് സാമ്പത്തിക സഹായവും ഭക്ഷ്യക്കിറ്റും വിതരണം നൽകി വരുന്നു. സാമൂഹ്യ സേവന രംഗത്ത് 4 പതിറ്റാണ്ടിൻ്റെ പ്രാഗൽഭ്യവുമായി കരസ്ഥമാക്കിയ ശ്രേയസ് സമാനതകളില്ലാതെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. സേവന ഭദ്രതയും ദീർഘവീക്ഷണവും ശ്രേയസ് പ്രവർത്തനങ്ങളുടെ സവിശേഷതകളാണ്. ചിപ്പിളിത്തോട് യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന മേഖലാ ഡയറക്ടർ ഫാദർ തോമസ് മന്നിത്തോട്ടം, യൂണിറ്റിൻ്റെ ഡയറക്ടർ ഫാദർ ജിമ്മി ചെറുപറമ്പിൽ എന്നിവരെ നന്ദിയോടെ ഓർക്കുന്നു. യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായ സഹകരണവും ചെയ്തു തന്ന് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന പ്രോഗ്രാം ഓഫീസർ ലിസി റെജിയെ യൂണിറ്റ് നന്ദിയോടെ ഓർക്കുന്നു. യൂണിറ്റിൻ്റെ വളർച്ചയ്ക്കും ഒപ്പം നിൽക്കുന്ന യൂണിറ്റ് ഭാരവാഹികൾ, സ്നേഹം നിറഞ്ഞ ശ്രേയസ് കുടുംബാംഗങ്ങൾ എന്നിവർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു.